ശരിക്കും കണ്ണടയ്ക്കുമ്പം പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായി നമുക്ക് സൗണ്ട് വെളിയിൽ വന്നു. എൻ്റെ ഉള്ളിലെ എനിക്കറിഞ്ഞൂടാ വിഷമമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പ്രസാദിയേട്ടനെ യാത്രയാക്കുന്ന അത്രയും നല്ലതായിട്ട് തന്നെ ചെയ്യണം, ഇത്രയും ആൾക്കാർ വരും എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ എല്ലാവരും അതിശയത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് മോർച്ചറി കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു, ഈ പന്തലിടിയിപ്പിച്ചു, എല്ലാം ചെയ്തു കൊണ്ടുവന്നു. ലോകത്തിലെ ആണോ എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അച്ഛൻ എഴുതിയത് മകള് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, അപൂർവമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും ഒരു പുരുഷൻ ഒരു കരുതൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അത് നേരെ തിരിച്ചായിരുന്നു ഇവിടെ. തിരിച്ച് നമ്മൾ അങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രസാദിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് കിഡ്നി കിട്ടുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു. പക്ഷേ പ്രസാദിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അത് നൽകാൻ വേണ്ടി സന്നദ്ധത കാണിച്ചു, നൽകാൻ തയ്യാറായി. ആ സമയം നമുക്ക് ക്രിയാറ്റിൻ എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പം ഞാൻ ക്രിയാറ്റിൻ കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങേരുടെ കിഡ്നി രണ്ടും പോയി. ഒരുവിധപ്പെട്ട കുടുംബത്തിലെ കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് മാം ആണെന്ന് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും എന്താ മൊത്തത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം സാധാരണ കുടുംബത്തിലൊക്കെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പ്രാവശ്യം സങ്കടം തോന്നിയിട്ടുണ്ട് പല കാര്യത്തിൽ. എന്നു വെച്ചാൽ എപ്പോഴും നമ്മൾ ഇച്ചിരി നല്ലതായിട്ട് കുടുംബം നോക്കും, അല്ലെ സ്ത്രീ സമത്വം അല്ലെ രണ്ട് തുല്യമാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും ഒരു പുരുഷൻ ഒരു കരുതൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അത് നേരെ തിരിച്ചായിരുന്നു ഇവിടെ. തിരിച്ച് നമ്മളങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ പെട്ടെന്ന് നോ പറയത്തില്ല. നോ പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഇതും ഉത്തരവാദിത്വവും നമ്മൾ തന്നെ ഏറ്റണം. പിന്നെ നമുക്ക് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്കിങ്ങനെ പറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളെ വഴക്ക് പറയുമോ അല്ലെ മക്കളെ വഴക്ക് പറയുമോ അല്ലെ ഒരു വായിൽ നിന്ന് ഒരു ചീത്ത വർത്തമാനം ഒരിക്കലും അങ്ങനെ വീണിട്ടേ ഇല്ല. വഴക്കൊക്കെ ഉണ്ടാക്കും. ഞാൻ ആ വഴക്കുണ്ടാക്കുന്ന അങ്ങോട്ട് കയറി നമുക്കിങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടല്ലേ ഒരു സിനിമയിലുണ്ടല്ലോ ചിന്താവിഷ്ടയായ ശാന്ത, അതിലാണോ 1 കിലോ അരിക്ക് എത്ര രൂപയാണെന്നോ അങ്ങനെ പോലും ശരിക്കും ബിആർ. ഞാൻ എന്നിട്ട് ഈ സിനിമയെ കാണുമ്പോൾ ഈ കഥാപാത്രം ശരിക്കും ബിആർ തന്നെ. അറിയത്തേ ഇല്ല. അല്ല നമ്മൾ റേഷൻ കടയിൽ എന്ത് കിട്ടും, എന്തെല്ലാം നമ്മൾ മേടിക്കുന്നത് അങ്ങനെ അറിയത്തില്ല. നമ്മൾ ഉണ്ണുന്ന അരി ഏതാ, അല്ലെ നമ്മൾ ഈ പച്ചക്കറിക്ക് എത്രയാ, അങ്ങനെയൊന്നും അറിയത്തേ ഇല്ല. പച്ചക്കറി മേടിച്ചാൽ അങ്ങ് ഒരു കുറേ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം. അതേസമയം ഈ എഴുത്ത്, പാട്ട്, കഥ, കവിത എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൈ കടത്താൻ പറ്റത്തില്ല, ജയിക്കാനേ പറ്റത്തില്ല. മക്കളുടെ ആണെങ്കിലും സ്കൂളിൽ മോള് ഡിഗ്രി വരെ പഠിച്ചിട്ട് ഏതാണ്ട് ഒരു പ്രാവശ്യമാണ് PTA മീറ്റിങ്ങിൽ പ്രസാദിയേട്ടൻ ഒപ്പിട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാര്യത്തിലും. പക്ഷെ അത് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനതെല്ലാം എന്ത് ചെയ്തു അങ്ങനൊന്നും ചോദിക്കാറേ ഇല്ല. എപ്പോഴെങ്കിലും ചുറ്റുള്ള ആളുകൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടോ, നീ എന്തിനാ ഈ സ്വപ്ന ജീവിയുടെ കൂടെ ജീവിക്കുന്നത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അത് ഞങ്ങളുടെ കല്യാണമൊക്കെ ആയി മോതിരമാറിലൊക്കെ കഴിഞ്ഞപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കാം. അന്ന് ജോലിയൊന്നും ഇല്ല. ആ സമയം നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അൽഫോൻസാമയുടെ ഒരു നാടകം ആ സമയം ഞങ്ങളുടെ കല്യാണം തീരുമാനിക്കുന്ന സമയമാണ് ആ നാടകം എഴുതി ചെയ്യുന്നത്. അന്ന് 96 ആ നാടകം എഴുതുന്നത്. 97 ഞങ്ങളുടെ കല്യാണം. ആ 96 പ്രസാദിയേട്ടൻ അൽഫോൻസാമ എൻ്റെ ഉപാസന എന്നായിരുന്നു അതിൻ്റെ പേര്. ആ നാടകം ചെയ്യുമ്പോൾ അതിനകത്ത് പ്രസാദിയേട്ടൻ എഴുതിയൊരു വരിയുണ്ട്, അൽഫോൻസാമ വിശുദ്ധയാകും എന്നുള്ളത്. അത് കഴിഞ്ഞ് അൽഫോൻസാമ വിശുദ്ധയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്തൊരു സന്തോഷമായിരുന്നു അറിയാം, ഭയങ്കര സന്തോഷം. അന്നേരം ഈ മഠത്തിലൊക്കെയുള്ള ഈ നാടകം കണ്ടവരും പിന്നെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച അച്ഛനൊക്കെ അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ബിആറെ അന്ന് നിങ്ങൾ പറഞ്ഞ ഇതാണ്. ഇപ്പോഴും ആ നാടകം കയ്യെഴുത്ത് പ്രതിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പ്രസാദിയേട്ടൻ കൈകൊണ്ട് എഴുതിയത് പൂർത്തിയാക്കിയ സ്ക്രിപ്റ്റ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്തൊരു വാചകം അങ്ങനെയാണ്, ഭാവി അങ്ങ് പ്രവചിച്ച പോലെ ആ നാടകം അങ്ങനെയാണ്. അത് അൽഫോൻസാമ അസുഖമായി കിടന്ന
പായ എടുത്ത് മടത്തിന്നത് മരിച്ചു കഴിയുമ്പോൾ എടുത്ത് വെളിയിലേക്ക് കളയും. ആ വെളിയിൽ നിന്നൊരു ഭ്രാന്തൻ, അതിന് ആ കഥയ്ക്കകത്തൊരു ഭ്രാന്തനുണ്ട്. ആ ഭ്രാന്തൻ ഇങ്ങനെ വന്നിട്ട് ആ പായ എടുത്ത് തലവഴി ഇങ്ങനെ ഇടുന്ന ഒരു രംഗമുണ്ട് നാടകത്തിൽ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭ്രാന്ത് മാറുന്നു, അദ്ദേഹം നല്ല നോർമൽ ആവുന്നു. അപ്പോൾ ആ ഒരു അൽഫോൺസാമ്മയുടെ വിശുദ്ധി അല്ലെങ്കിൽ അത് അത്ഭുതമായ ഒരു ഇതുകൊണ്ടാണെന്നുള്ള ആ നാടകം കൃത്യമായി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏറെക്കുറെ സംഭവിച്ചത്. ആ നാടകത്തിനകത്ത് പ്രസാദിന് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, അൽഫോൺസാമ്മയുടെ കുട്ടിക്കാലം. അപ്പൊ ആ പാട്ട് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടായിരുന്നു ആ നാടകം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ പാട്ട് എഴുതുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു പാട്ട് ഭയങ്കര പ്രസിദ്ധം. തളിരും കൊതിക്കും നിലാവിൻ കിളുന്നേ മകളെ എന്നോമലാളെ എന്ന് പറഞ്ഞ ഒരു പാട്ട്. അവസാന സമയങ്ങളിൽ ഈ ഉണ്ണായി വാര്യരുടെ ഒരു ജീവിതകഥ ആസ്പദമാക്കിയിട്ട് ഒരു നോവൽ എഴുതുമായിരുന്നു. അതായത് 29 അധ്യായങ്ങൾ പൂർത്തിയാക്കി ഒരു അധ്യായം കൂടി ബാക്കി ഉണ്ടാവുകയും ചെയ്തിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പ്രിയമാനസം എന്ന് പറയുന്നു. അത് ആ സ്ക്രിപ്റ്റിന് അന്ന് അങ്ങനെ ആയിരുന്നു പേര്, പ്രിയമാനസം. ഉണ്ണായി വാര്യരുടെ ജീവചരിത്രമായിരുന്നു. അത് ഏഷ്യാനെറ്റിൽ സുപ്രഭാതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരാൾ ഈ പ്രിയമാനസത്തെക്കുറിച്ചൊക്കെ പ്രസാദം പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് സംസ്കൃതത്തിലേക്ക് എന്തോ ഇത് ചെയ്ത് അതിൽ നിന്ന് കുറച്ചൊക്കെ അടുത്ത് ഈ പേരോടുകൂടി തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം തന്നെ പ്രസാദിയേട്ടൻ അത് പ്രസാദിയേട്ടൻ്റെ ആ ഒരു ഇതിൽ ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലും ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ പുസ്തകം എഴുതിയപ്പം പിന്നീട് ഈ നോവലാക്കുന്ന സമയത്ത് നോവൽ ആക്കാം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇത് നോവലെന്ന് പറയുമ്പം ഒരുപാട് ടൈം എടുക്കും അത് ചെയ്തു വരാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ പ്രിയമാനസം എന്നുള്ള പേര് മാറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നോടും മോളോടും ഒക്കെ പറയുമായിരുന്നു നമുക്ക് ആ പേരൊന്നും മാറ്റണം. പക്ഷേ എൻ്റെ മനസ്സിൽ ആ പ്രിയമാനസം എന്നുള്ള പേരിങ്ങനെ കിടക്കുക, അതെനിക്ക് മാറ്റാനും തോന്നുന്നില്ല. പക്ഷെ ഒരാളതന്ന് എടുത്തു പോയല്ലോ, അതുകൊണ്ട് നമുക്കത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളും അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വേണ്ട മാറ്റാൻ, ഇനി അതിനൊരു വേറൊരു പേര് അതിന് ചേരുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി. മകളാണ് അവസാനത്തെ ലാസ്റ്റ് അധ്യായം എഴുതി ചേർക്കുന്ന മകളാണല്ലേ? അത് പ്രസാദേട്ടൻ എഴുതി നിർത്തുന്നത് ഉണ്ണായി വാര്യര് അനന്തപുരിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ നിർത്തുന്ന പോയിന്റ്. നോവല് പ്രസാദേട്ടൻ നിർത്തുന്ന അവിടെയാണ്. എന്നിട്ടാണ് അനന്തപുരിയിലേക്ക് പ്രസാദേട്ടനും പോയത്. ഉണ്ണായി വാര്യരുടെ ആ കഥയിൽ ഉണ്ണായി വാര്യർ അദ്ദേഹത്തിൻ്റെ കൃതി ഒരിക്കലും വേദിയിൽ ആടി കണ്ടില്ല. അതുപോലെ ഈ പുസ്തകം തുടങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും വിശ്വസിക്കത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, എന്തൊരു അതിനകത്ത് ഇങ്ങനെ ഈ കലി നളചരിതം ഇത് ബേസ് ചെയ്തിട്ടല്ലേ, നളചരിതം ഉണ്ണായി വാര്യരല്ലേ ചോദിക്കും, അതിൽ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ആ സമയത്തൊക്കെ എഴുതുമ്പോൾ എന്തൊരു ദേഷ്യമാണ്. നമ്മൾ പിള്ളേരൊക്കെ അടുത്ത് ചെന്നാൽ ഞങ്ങളെ ഓടിക്കും, ആ റൂമിലോട്ട് പോലും കയറാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ പറയുകയും ചെയ്തു കലി ബാധിച്ച പോലെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് പറയും എനിക്കത് എഴുതുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങി വെച്ചു, പക്ഷേ ഇപ്പം ഞാനല്ല അത് എഴുതുന്നത്, കഥ എന്നെ മുന്നോട്ട് ഞാൻ കഥ കൊണ്ടുപോകല്ല, ഈ കഥ എന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒറ്റ ഒരു അധ്യായവും കൂടെ ഉണ്ടേ ക്ലൈമാക്സ് ആകും. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചു അതിനെ എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത്. അപ്പം 3 ക്ലൈമാക്സ് ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പം മോളുടെ അടുത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ചോദിക്കും ഈ 3 ക്ലൈമാക്സിൽ ഏതായിരിക്കും അച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ പറയാം അതൊക്കെ സസ്പെൻസാണ്, അതവിടെ നിൽക്കട്ടെ, അതൊക്കെ എഴുതി കഴിഞ്ഞ് കണ്ടാൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാനുള്ള യോഗം മോൾക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്തിലെ ആണോ എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അച്ഛൻ എഴുതിയത് മകൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്, അപൂർവമാണ്. പ്രിയദർശൻ സാർ അദ്ദേഹത്തിന് ഒരു വർക്ക് സിനിമയാക്കണം എന്ന് ആഗ്രഹിക്കും, അത് ഇംഗ്ലീഷിൽ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തതെന്ന് കേട്ടിരുന്നു. ഏതായിരുന്നു ആ സിനിമ? ചന്ദ്രോത്സവം അവർ 3 ഭാഷയിൽ 4 ഭാഷയിലോ മറ്റോ ഇറക്കണം എന്നും പറഞ്ഞായിരുന്നു. പ്രിയദർശൻ സാറുമായിട്ടുള്ള സൗഹൃദം, അദ്ദേഹമായിട്ടുള്ള അടുപ്പം, അത് കിളിച്ചുടൻ മാമ്പഴത്തിൽ നിന്ന് അങ്ങനെ തുടങ്ങുമായിരുന്നു? അതിന് മുമ്പ് തൊട്ടേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കിളിച്ചുണ്ടൻ മാമ്പഴമൊക്കെ കഴിഞ്ഞ് ആ സമയമൊക്കെയാണ് പിന്നെ കൂടുതൽ അടുപ്പം ഇതൊക്കെ ആയത്.
പിന്നെ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് വരത്തില്ല. ഒരു ഫോട്ടോ ഇതൊക്കെ ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ തപ്പിയെടുത്തും പിന്നെ പ്രസാദേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ എനിക്ക് അയച്ചു തന്നതുമാണ്. ഇവിടെ ഒരു ഫോട്ടോ പോലും പ്രസാദേട്ടൻ എന്നാൽ പലരുമായിട്ട് നിൽക്കുന്നു അങ്ങനെയൊന്നും വെക്കുമോ, ആരെയും കാണിക്കും, അങ്ങനൊന്നും ചെയ്യാറേ ഇല്ല. ഗിരീഷ് പുത്തഞ്ചേരി ആയിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ടെന്ന് അറിയുന്ന ഇവർ ഈ ഫോണിലൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുമ്പോഴാണ്. അല്ലാതെ നമ്മളോട് അങ്ങനെയൊന്നും ഇതായിട്ടൊന്നും പറയാം. പിന്നെ അനിൽ പനച്ചൂരാൻ, പിന്നെ നടൻ രതീഷ് സാർ, അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ശരത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അന്നൊന്നും ഇത്രയും ഫേമസ് ആയിട്ടില്ല. ഈ ഇതൊക്കെ ടി വിയിലൊക്കെ വരുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊന്നിച്ച് പിന്നെ ഒരുപാട് പ്രസിദ്ധരായ ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പം. അവരൊക്കെ ഈ നാട്ടിൽ കുട്ടനാട് കാണാൻ ആര് വന്നാലും വിളിക്കും, പ്രസാദേട്ടനെ വിളിക്കും. പ്രസാദേട്ടൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഴുവൻ പൈസയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ 4 ലക്ഷം രൂപയും കൂടെ 3.5 ലക്ഷം രൂപയും കൂടെ വേണം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അത് കിഡ്നി കിട്ടുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു. പക്ഷേ പ്രസാദേട്ടൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അത് നൽകാൻ വേണ്ടി സന്നദ്ധത കാണിച്ചു, നൽകാൻ തയ്യാറായി. അത് കൊടുത്തിട്ട് ആരോടും പറയരുത്, പുള്ളിക്ക് അങ്ങനെ പബ്ലിസിറ്റി അതിനോടൊന്നും ഒരു താല്പര്യം ഇന്ന് വരെ ഒരു ഇതിൽ മുഖം കാണിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാം ഇന്നയാളാണ് തന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ അത് ആരെങ്കിലും ചോദിച്ചാൽ പുള്ളി അവരോട് സംസാരിക്കാൻ പോലും തയ്യാറല്ല, ഒന്നും ഇത് ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹം ഈ കിഡ്നി കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കാൻ തയ്യാറായി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3.5 ലക്ഷം രൂപയും കൂടെ വേണം. അപ്പം രാജുവേട്ടൻ എന്നെ TK രാജകുമാർ വിളിക്കുന്നു, വിധു എന്തായി? അപ്പം ഞാൻ പിന്നെ രാജുവേട്ടൻ ഇന്ന പോലെ ഒരു ഇത്രയും പൈസയും കൂടെ വേണം നമുക്ക് ഇത് ഓപ്പറേഷന് വേണ്ടിയെന്ന് പറയുന്നു. അപ്പോൾ എന്നെ പറഞ്ഞു ശ്രീകണ്ഠൻ നായർ വിളിക്കും, വിധുവിനെ വിളിക്കും. അപ്പം എത്ര രൂപ വേണം എന്നുള്ളത് സാറിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നു. അപ്പോൾ വിളിച്ച് ഞങ്ങൾ ഏഷ്യാനെറ്റ് വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ, പക്ഷേ സാറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇനി രാജുവേട്ടൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തതാണോ എന്നെനിക്കറിയത്തില്ല. വിധു എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരാൾ നമ്മളെ പേരെടുത്ത് വിളിക്കുമ്പോൾ അത്രയും സ്വാതന്ത്ര്യം അല്ലേ, അടുപ്പം ഉണ്ടെന്നൊരിതല്ലേ. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു എന്തായി, BRൻ്റെ ഓപ്പറേഷനൊക്കെ എല്ലാം ആയോ? അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരു 3.5 ലക്ഷം രൂപയും കൂടെ വേണം, അപ്പോഴേ ഓപ്പറേഷൻ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും വിഷമിക്കണ്ട, ഒരു 2 മണിക്കൂറിനകം 4 ലക്ഷം രൂപ വിധുവിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. എനിക്ക് അക്കൗണ്ട് നമ്പറും ഇതുമെല്ലാം കൂടെ എൻ്റെ വാട്സപ്പിലേക്ക് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ നിമിഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ ഇത്രയും അധികം സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഇതാണ്, അതൊന്നും നമുക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അതിനൊരു നന്ദി പറഞ്ഞോ ഒന്നും നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അല്ല അപ്പം ഇപ്പോഴും നമ്മളൊരു ഇതിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്തല്ല. ഞാൻ പ്രസാദേട്ടനെ ഓർക്കുന്ന സമയത്ത് ഈ മുഖങ്ങളൊക്കെ നമുക്ക് വരും മനസ്സിൽ. ഇവരെയൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് സുരേഷ് ഗോപി ആദ്യം കിഡ്നി വയ്യാതെ പ്രശ്നമാണെന്നറിയുമ്പോൾ ശരിക്കും എന്നാണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ക്രിയാറ്റിൻ കൂടുതലാണെന്ന് പത്മകുമാർ സാർ പറയാം. അപ്പം പ്രസാദിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ മരുന്നിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു ഞാൻ തരത്തില്ല, BR എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ സ്റ്റെപ്പ് പോലും അപ്പോൾ കയറാൻ പറ്റാത്തൊരവസ്ഥയായി. ചെന്ന് കഴിഞ്ഞു, കണ്ടപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കിഡ്നി ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലാണ് വിധു എന്ന് പറയുമ്പോൾ ഞാൻ വായും പൊളിച്ചു. എനിക്ക് ക്രിയാറ്റിൻ എന്താണെന്നൊന്നും നമുക്ക് ആ സമയം നമുക്ക് ക്രിയാറ്റിൻ എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പം ഞാൻ ക്രിയാറ്റിൻ കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ, എന്താ പറയണ്ടേന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങേരുടെ കിഡ്നി 2 പോയി. അപ്പോൾ എനിക്കിങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു എന്താ ചെയ്യണ്ടേ എന്നാന്നൊന്നും പിന്നെ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. ഇവർ ICUലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ അങ്ങ് നിന്നു. ICUലേക്ക് കൊണ്ടുപോകുമോ എന്തൊക്കെയോ ചെയ്തു. ഞാനിങ്ങനെ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല എന്താണ് സംഭവം. പിന്നെ പെട്ടെന്ന് തുട കട്ട് ചെയ്ത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. 20 ദിവസം അവിടെ കിടന്നു. അപ്പോഴും നമ്മുടെ പൈസയൊന്നുമില്ല, നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കുന്ന ഇതിൽ പെട്ടെന്ന് സുരേഷ് ചേട്ടനാണ് 1 ലക്ഷം രൂപ
അക്കൗണ്ടിലേക്ക് തരുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊന്നും വന്നാൽ അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. അങ്ങനെ എല്ലാത്തിനും കിടന്നിങ്ങനെ ഓടി ഓടി പിന്നെ അതിൻ്റെ കുറേ പ്രൊസീജിയറൊക്കെ ആയിട്ട് 1 വർഷത്തോളം ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഓരോ പ്രാവശ്യം അപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഡയാലിസിസ് അതുപോലെ നമ്മൾ ചെയ്യണം, നോക്കണം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് ഒക്കെ ഒത്തിരി. അപ്പോഴും നമ്മുടെ മനു മങ്കൊമ്പ് എന്ന് പറയുന്ന ഒരു മജീഷ്യനുണ്ട്, ഗിന്നസ് ഈ തൊട്ടക്കരയാണ്. അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് ഓടി ഓടി വരും സാറേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രസാദിന് ഭയങ്കര ബുദ്ധിമുട്ട്, ഓരോരുത്തർ കൊണ്ട് പൈസ കൈ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര. അപ്പോൾ ഇങ്ങനെ കാണാൻ വന്നു എന്നുള്ള രീതിയിൽ വരും, വന്നിട്ടിങ്ങനെ പോക്കറ്റിൽ പൈസ വെച്ചിട്ട് പോകും. അതൊക്കെ ഞാൻ ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡയാലിസിസ് ആഴ്ച 2 എണ്ണം ചെയ്യണം. പിറ്റേ ദിവസം എങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ പോകുമെന്ന് വിചാരിക്കുമ്പോൾ ഈ മനു അപ്പം പ്രത്യക്ഷപ്പെടും. നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്നിരിക്കും എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരും, വന്ന് പൈസ തന്നിട്ട് പോകും. അതാണ് പറഞ്ഞ പ്രസാദിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. എങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം അതെല്ലാം ഇങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി. ജീവിതകാലത്രയും മനുഷ്യന്മാരോട് നല്ലത് മാത്രം പറയുകയും ചെയ്യുകയും ചെയ്തതിന്റെ ഒരു ഫലമായിരിക്കും. അത് അദ്ദേഹം ചെയ്ത ഒരു നന്മയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരികളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഇതായിരിക്കാം. അതുപോലെ ആൾക്കാരുമായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് കാണാതെ പോയ ആൾക്കാരുണ്ട്, തിരക്ക് കാരണം. നമ്മുടെ ഈ വീട്ടിൽ അത്ര സൗകര്യമൊന്നുമില്ല. റീത്തും ഒക്കെ ഇങ്ങനെ കണ്ടെത്തി ഇവിടെ പറമ്പിൽ കൊണ്ട് വെച്ചിട്ട് പോയ ആൾക്കാരുണ്ട്, ഒരുപാട് ദൂരേന്ന് വന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര്. അദ്ദേഹത്തെ കേരനിരകളാടും എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് വേണം യാത്ര അയക്കാൻ എന്നുള്ളത് അത് പ്രസാദം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ നാട്ടുകാർ ചെയ്തതാണ്, അദ്ദേഹത്തോടുള്ള ഒരു ഇതുകൊണ്ട് അവർ ചെയ്തതാണ്. പിന്നെ പ്രസാദം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, മരിച്ചു കിടക്കുമ്പം എനിക്ക് നിർവാണാഷ്ടകം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നേരത്തെ തൊട്ട് പറയുമായിരുന്നു. അത് എന്നെ ചെറിയിലേക്ക് എടുക്കുന്നിടം വരെ അതിങ്ങനെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കണം. അത് ബോഡി ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ തൊട്ട്. അത് പിന്നെ വേറൊരു കാര്യം പറയുമായിരുന്നു, ഈ പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോയാൽ നിങ്ങൾ ആരും അവിടേക്ക് പോകരുത്. ഞങ്ങൾ പോയില്ല. എല്ലാവരും ചോദിച്ചു അവരുടെ വീട്ടുകാരെന്ത് ചെയ്യും, നമ്മൾ പോയില്ല. പക്ഷേ അവരെല്ലാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരത്തില്ല. പ്രസാദിന് അങ്ങനെ പറയും, ഈ പൊതുദർശനത്തിന് വെക്കുക എന്ന് പറയുന്നത് അതെന്നോടുള്ള ഒരു ബഹുമാനമായിരിക്കാം, ഞാനെന്ന് പറയുന്ന കലാകാരനോടുള്ള ഒരു ബഹുമാനമായിരിക്കും. അപ്പം നമ്മൾ വീട്ടുകാർക്കൊരു അവകാശമില്ല, അവർക്ക് വിട്ടുകൊടുത്തേക്കുക. അത് പ്രസാദിയുടെ കാര്യത്തിലല്ല ഈ പറയുന്നത്, പലരുടെയും ഇങ്ങനെ കാണുമ്പോൾ പറയുന്നതാണ്, പറഞ്ഞിട്ടാണ് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വല്ലതും പൊതുദർശനത്തിനൊക്കെ ആരെങ്കിലും ചിരിച്ചോണ്ടാണ് പറയുന്നത്. പൊതുദർശനത്തിനൊക്കെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടെ പോയിരുന്ന കരയുവോ അതിൻ്റെ കൂടെ പോയിരിക്കുകയോ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം എല്ലാം ഞാൻ ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെ പ്രസാദിയായിട്ട് ഞങ്ങൾ ആദ്യം കാണുന്ന ഒരു ഹോസ്പിറ്റലിൽ വെച്ചാൽ എന്നെ പെണ്ണ് കാണാൻ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ തമ്മിൽ വേറെ പിരിയുന്നതും ഒരു ഹോസ്പിറ്റലിലാണ്. നേഴ്സിംഗ് ഹോമിലായിരുന്നല്ലോ, അവിടെ ICUന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി. അത് അവിടെ വെച്ചാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ തളർന്നു പോയായിരുന്നു. അതിൽ വലത്ത് കൈ മാത്രം ഇച്ചിരി ഇങ്ങനെ പൊക്കുമായിരുന്നു. പക്ഷേ മരിക്കുന്ന സമയത്ത് ആ കൈയൊക്കെ നല്ലതായിട്ട് പൊങ്ങി എന്നെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ കെട്ടിപ്പിടിക്കുകയും മോളെയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മരിക്കുന്നതിന് പോവുക എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഇത് ട്രക്കോസ്റ്റമി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രക്കോസ്റ്റമി ചെയ്ത വായിക്കൂടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, റൈസ് ട്യൂബ് ഇട്ടിരിക്കുക. ആ റൈസ് ട്യൂബിനകത്തൂടെയാണ് നമ്മളെല്ലാം വെള്ളവും ഫുഡും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് രാവിലെ തൊട്ടിങ്ങനെ മാംഗോ ജ്യൂസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മോള് പറഞ്ഞു, അച്ഛാ ഇപ്പം നമ്മൾ നാളെ വീട്ടിൽ പോകുമല്ലോ, അപ്പം ബുധനാഴ്ച മരിക്കുന്ന വ്യാഴാഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് വരാനിരിക്കുക, അപ്പോൾ ഇഞ്ചക്ഷൻ തീരും, അന്നേരം നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല ഇതിലുണ്ടാക്കി തരാം, ഇവിടുത്തെയൊക്കെ കഴിച്ചാൽ പറ്റത്തില്ല അച്ഛാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുകയല്ല. ഇങ്ങനെ എൻ്റെ കയ്യിൽ എഴുതി കാണിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മൾ ഓർത്തിങ്ങനെ പോരുമല്ലേ, മരിക്കാൻ പോകുന്ന നമുക്കൊരു ഇതൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതി 29 പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പം ഈ 29 എഴുതി കാണിച്ചു. പക്ഷെ എനിക്ക് 29 എന്നൊക്കെ നമുക്കിതുപോലെ അറിയാം. അപ്പം ഞാനിങ്ങനെ അപ്പം പ്രസാദിയൻ്റെ അമ്മാവൻ്റെ മോൻ അവിടെ അമ്പലത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം
അവൻ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി എനിക്കും അറിയത്തില്ലല്ലോ, അഷ്ടപതിയൊക്കെയാണ് 26 അങ്ങനെയൊക്കെ ഉള്ളല്ലോ, 29 എന്താ ചേട്ടൻ എഴുതിയേ എന്ന് ചോദിച്ചു. പിന്നെ രമേശ് നാരായണൻ്റെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ പല പാട്ടും വെച്ച് കൊടുത്തിട്ട് അതൊന്നും അല്ല, ഏതാ ഒന്നും നമുക്കറിയത്തില്ല, അതല്ല ഇങ്ങനെ കണ്ണടയ്ക്കുക. പിന്നെ എനിക്കറിഞ്ഞൂടെ ഏതാണ് ഈ 29 ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലേ, എനിക്കത് എന്താണെന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു കഥകളിപ്പദം ഒരെണ്ണം കേൾക്കണമെന്ന് പറഞ്ഞത് സജീവൻ എന്ന് പറയുന്ന ഒരു കഥകളി പാട്ടുകാരനുണ്ട്. അപ്പോൾ സജീവനെ കൊണ്ട് പാടിക്കണം, എന്തോ പ്രസാദിയുടെ നാടകത്തിൽ സജീവ് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ സജീവനെ വിളിച്ച് പാടിക്കാം എന്നൊക്കെ നമ്മൾ പറയുക, അതൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയും വയ്യാതെ കിടക്കുന്ന സമയത്ത് ഒരുപാട് ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പ്രസാദിൻ്റെ ബോധം വരുമ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിൽ ICUവിൽ ഇങ്ങനെ പാട്ടിട്ടിരിക്കുക. അപ്പോൾ ഈ കേരനിരകളാടും എന്നുള്ള പാട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇത് ബോധം വന്നു സാറിന്. പക്ഷെ ആ ഡോക്ടർക്ക് അറിയില്ല ഈ പാട്ട് എഴുതിയ ആളാണ് ഈ കിടക്കുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ എന്നോട് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ കേൾക്കുന്ന പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് കിടക്കുക. അപ്പം മിണ്ടത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ പാട്ട് മനസ്സിലായെങ്കിലൊന്ന് കണ്ണടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണടച്ചു. അപ്പോൾ മനസ്സിലായി എന്നുള്ള ഇതിലാണ് കണ്ണടച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെഴുതിയതാണെന്ന് മനസ്സിലായെങ്കിൽ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത് ഇത് ആരെഴുതിയതാണ്? ഞാൻ എഴുതിയ ആളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കതൊക്കെ ചിലപ്പോൾ യാദൃച്ഛികമാവാം, പക്ഷേ അതൊക്കെ നമുക്കൊരു നിമിത്തമായിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് തോന്നും. പിന്നെ ഈ 29 എഴുതിയത് നമ്മളങ്ങ് വിട്ടു. പിന്നെ ഒരു തിരിവിന് മോളാണ് പറയുന്നത് അമ്മ അച്ഛൻ 29 എഴുതിയില്ല. അപ്പോൾ അവൾ ഓടി വന്ന് ഇവിടെ പുസ്തകമുണ്ട് അതെടുത്ത് നോക്കുമ്പോൾ 29 മേളകർത്താരായ ശങ്കരാഭരണമാണ്. അപ്പം അതാണ് 29 എന്ന് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിതിനെക്കുറിച്ചുള്ള അറിവുകളോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയത് ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണേ? അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് അതൊക്കെ നമുക്കൊരു വിഷമമുണ്ട്. നമുക്ക് ഈ അറിവില്ലാതെ പോയതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വന്നു പോയത്. അത് കേൾക്കണം എന്ന് പറഞ്ഞപ്പം എനിക്കതിനൊരു അറിവില്ലാതെ പോയി. പുള്ളിക്കാണെങ്കിലും ഓർമ്മ ഇല്ലായിരുന്നല്ലോ ചില സമയങ്ങളിൽ ഇതാണ്. പക്ഷെ എന്നെ അറിയാമോ എന്ന് ചോദിച്ചാൽ എന്നെ കൈ എഴുതും എൻ്റെ ഭാര്യ വിധു. അപ്പം ഞാൻ ചോദിക്കും വിധു എന്ന് മാത്രമേ ഉള്ളൂ, വിധു പ്രസാദ്, ഉടനെ അങ്ങനെ എഴുതും. പിള്ളേരെല്ലാം ഉണ്ട് കവി പ്രസാദ്, ഇള പ്രസാദ്, ഇങ്ങനെ എഴുതിയെല്ലാം കാണിക്കുമായിരുന്നു. ചില കാര്യങ്ങൾ പ്രേംകുമാർ കാണാൻ വന്നപ്പോൾ ICUവിൽ കാണാൻ വന്നപ്പം തിരിച്ചറിഞ്ഞു. കുറേ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ പ്രേംകുമാർ 2-3 പ്രാവശ്യം വന്നു, പ്രസാദ് എന്നെ കണ്ടു, ICUവിൽ കയറി കണ്ടു, എല്ലാം ചെയ്തു. പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു വന്നു അവിടെ ഹോസ്പിറ്റലിൽ. അത് കാരണം നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് സഹായം ശ്രീകണ്ഠൻ നായർ സാറ്, പിന്നെ ഷൈബു മുണ്ടക്കൽ എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു വന്നത് വിട്ടുപോയി. അദ്ദേഹം അവരുടെ ആ ഓഫീസിൽ നിന്നാണ് എനിക്ക് അത്രയും ദിവസം പിള്ളേരുടെ ഫുഡ് കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. പ്രദീപും സുബിനും ഒക്കെ അവർ ആ ഒരു മടിയില്ലാതെ എപ്പോഴും എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വന്ന് എങ്ങനെയുണ്ട് സാറ് ഞങ്ങളെ പറഞ്ഞു വിട്ടതാ, ചെന്ന് കൃത്യമായി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കിംസിൽ ബില്ലടയ്ക്കണമായിരുന്നു. അപ്പം നമ്മളിവിടുന്ന് ഓടിപ്പോയി ചെക്ക് ബുക്കൊന്നും നമ്മുടെ കയ്യിൽ അവർ ചെക്ക് സ്വീകരിക്കത്തില്ല. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് 1 ലക്ഷം രൂപ വരെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ അപ്പം നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ ഇതിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു 6 ലക്ഷം രൂപയും കൂടെ നമ്മൾ ചെയ്യണം ലാസ്റ്റ്. അത്രയും വരെയുള്ള ബില്ല് അടച്ച് തീർത്ത് കഴിഞ്ഞ് പോരണമെങ്കിൽ 6 ലക്ഷം രൂപയും കൂടെ അവിടെ കെട്ടി വയ്ക്കും. അല്ല 8 ലക്ഷം രൂപയും കൂടെ. അപ്പം നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് ഉണ്ട്. എല്ലാവരും അനീത്തിയൊക്കെ വന്നു, അവരെല്ലാവരും വന്നപ്പോഴെല്ലാം തന്നത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ഈ 6 ലക്ഷം രൂപ ഞാൻ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കും? അപ്പോഴത്തേനും ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഈ പിള്ളേരുണ്ട്, വിസ്മയയിലെ കുട്ടികളവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പ്രമോദ എന്ത് ചെയ്യും? ഇതിങ്ങനെ ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങളിപ്പോൾ സാറിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചു.
അരമണിക്കൂറിനകം അത്രയും ക്യാഷ്, ഒരു ഗ്യാരണ്ടി ഇല്ല ഞാനിത് തിരിച്ചു കൊടുക്കുമെന്നോ അല്ല ഞാനിത് എങ്ങനെ തിരിച്ചു കൊടുക്കും, എൻ്റെ ഒരു ചെക്ക് ലീഫ് പോലും വാങ്ങിക്കാതെ ഈ 6 ലക്ഷം രൂപ അവിടെ കൊണ്ടുവന്ന് ബില്ലടയ്ക്കുക. അങ്ങനെ പോലും ഞാനൊരു മാനസികമായ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഷൈബു എന്ന് പറയുന്ന ആളിന് പ്രസാദിനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആരാധനയാണ്, ഭയങ്കര ബഹുമാനമാണ്. ഇവർ തമ്മിൽ നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല, കാണണം എന്ന് പറഞ്ഞിരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനാണ് ഫോണിൽ കൂടെ സംസാരിക്കുകയും ഭയങ്കര അടുപ്പമാണ്. ഈ 6 ലക്ഷം രൂപയും ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മളെ 1 ലക്ഷം രൂപ നല്ല വേണ്ട, 10,000 രൂപ നമുക്ക് തരണേ, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി കൊടുക്കാതെ ആരെങ്കിലും തരുമോ? ഈ 6 ലക്ഷം രൂപയും ആ കുട്ടികൾ പോയി ഒരു 30 മിനിറ്റേ എടുത്തുള്ളൂ. അവരാ പൈസ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അടച്ചു. ഞാൻ ചെക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം അടച്ചെല്ലാം കഴിഞ്ഞെല്ലാം ആദ്യം കാര്യം നടക്കട്ടെ ചേച്ചി, അത് കഴിഞ്ഞ് മതി എന്ന് പറയുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കൊടുക്കുവോ ഇല്ലയോ അങ്ങനെ അവർക്കൊരിത് തോന്നണ്ടേ? അങ്ങനെ പോലും തോന്നാതെ പ്രസാദിയേട്ടനോടുള്ള വിശ്വാസം അത് തിരിച്ച് കിട്ടും എന്നുള്ളൊരു തോന്നലിൽ അവരത് ചെയ്തു. എന്താണ് അവരുടെ മനസ്സിൽ തോന്നിയിരുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫുഡ് വൈകിട്ടും കൊണ്ടുവരാമെന്ന് പറയും. ഞാൻ പറയും വേണ്ട, നമ്മളൊരു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിന് കൃത്യം 1 മണിയാകുമ്പം ഫുഡ് കൃത്യമായി. അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ കോളേജിലായിരിക്കുമ്പം ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകണേ നമ്മൾ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇവരാ വരുന്നത്, അവരെടുത്ത് കിടത്തുന്നു, എല്ലാം ചെയ്യുന്ന ഇതിൽ കൂടെ നിന്ന് ഒന്ന് വിളിച്ചാൽ മതി, ആ സെക്കൻഡിലെ പിള്ളേർ അവിടെ എത്തും. ഇതൊക്കെ ആരാധന കൊണ്ട് ചെയ്യുന്നതാണ്. ആരാധന, പ്രസാദിയനോടുള്ള ഇഷ്ടം, ആ ഒരു പ്രസാദിയൻ അവരോടൊക്കെ ആ ഒരു രീതിയിലായിരിക്കാം നിന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടം, അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടമായിരിക്കും അതൊക്കെ ചെയ്തത്. ഇത്രയും ആൾക്കാർ ഇത് ചെയ്യുമ്പം ശാന്തിവിള ദിനേശനെ പോലെ ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളതിനെ ചെവി കൊടുക്കുന്നേ ഇല്ല. അതതിനകത്ത് നമുക്ക് യാതൊരു യേശുന്നേ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. അത് ഓരോ ജനുവരി 4 അപ്പോൾ എങ്ങനെയാ ഓർക്കുക? പക്ഷെ അന്ന് രാവിലെ തൊട്ടൊക്കെ ശ്വാസം മുട്ടൽ പോലെ ഉണ്ട്. പക്ഷെ അത് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതായതുകൊണ്ട് നമുക്ക് അത്ര ഇതൊന്നും തോന്നിയില്ല. പിന്നെ മോളില്ലായിരുന്നല്ലോ, മോള് യൂറോപ്പിലാണ്, അവൾ ഞായറാഴ്ചയാണ് വരുന്നത്. മോളെ കണ്ടു, ഭയങ്കര സന്തോഷമായി. ബുധനാഴ്ചയാണ് മരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ശ്വാസം മുട്ടൽ വന്നു, അത് കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മാംഗോ ജ്യൂസ് വേണം, നെഞ്ചുവേദന വന്നു, പെട്ടെന്ന് അത് മാറി. അപ്പോൾ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വന്ന് നോക്കിയിട്ട് പക്ഷെ അവർക്കറിയാമായിരുന്നായിരിക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പക്ഷെ നമ്മളോട് ഇതായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ കിംസിൽ നിന്നാണെങ്കിലും പറഞ്ഞായിരുന്നു ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 6 മാസം, അങ്ങനെ ഇതിൽ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ കേട്ടാലും നമുക്ക് ആളിനെ ഇതായി കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ നമുക്ക്. അന്നാണ് ഈ കൈ പൊങ്ങാത്ത കൈ ഇങ്ങനെ പൊക്കി തമ്പ് കാണിക്കുക. തമ്പ് കാണിച്ചിട്ട് ആ കൈ അതേപോലെ തന്നെ താത്തു വെച്ചു. ഇത്ര വരെ പൊങ്ങുന്ന കൈയാണ്, ആ കൈ പൊക്കി ഇങ്ങനെ തമ്പ് കാണിക്കണമെങ്കിലൊന്ന് ആലോചിക്കുക. അങ്ങനെ തമ്പ് കാണിച്ച് ആ കൈ താത്തു വെച്ചു. 29 എന്ന് എഴുതി കാണിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഈ തമ്പ് കാണിക്കുന്നത് ശരിക്കും കണ്ണടയ്ക്കുമ്പം പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായി നമുക്ക് സൗണ്ട് വെളിയിൽ വന്നു, പോവാണ് എന്ന് പറഞ്ഞ് തന്നെ. മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ റൈസ് ട്യൂബിനകത്തൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, നാക്ക് നീട്ടി കാണിച്ചു. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കോരി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് 3-4 പ്രാവശ്യം ഒഴിച്ചു കൊടുത്ത 3-4 പ്രാവശ്യം ട്രക്കോസ്റ്റമി ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ടും അത് മിഴുങ്ങി എന്നുള്ളത്. കഴിച്ചു, പോവുകയാണോ എന്ന് പറഞ്ഞ് തന്നെയാണ് പോയത്. പക്ഷെ അതൊന്നും അന്നേരം ഒന്നും നമുക്കറിയത്തില്ലല്ലോ, ഈ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെയാണ് ആള് വിട്ട് ഇത് പോകുന്നു എന്നുള്ള ഒരു ഇതിൽ. പക്ഷെ മോക്ക് മനസ്സിലായി, എനിക്ക് എന്നിട്ട് മനസ്സിലായില്ല. അതൊക്കെ കഴിഞ്ഞ് പക്ഷെ അതൊക്കെ എങ്ങനെ തരണം ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ എങ്ങനെ പറയണം, എങ്ങനെ ഇത് ചെയ്യണം. പിന്നെ മരിച്ചു. പക്ഷെ അന്നേരം ഒന്നും എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ പ്രസാദിയുടെ മരിച്ചു എന്ന് കേട്ടിട്ടും അതിനെ എങ്ങനെ ഉൾക്കൊള്ളണമെന്നോ ഇതൊന്നുമില്ല. പക്ഷേ അപ്പം അതിന് മുമ്പും പറയുമായിരുന്നു, ഈ മരിച്ചൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ പദം പെറുക്കിയൊന്നും കരയരുത്, വെറുതെ നാണക്കേട്, ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ പ്രസാദിയുടെ പറയും. ഓരോരുത്തരത്തൊക്കെ പോയി കണ്ടിട്ട് വന്നിട്ടേ. എന്നിട്ട് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കയറ്റുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, തലേദിവസം അവർ കൊണ്ടുപോകും, നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയിട്ട്
പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചോ ഈ അലമുറ ഇട്ടൊന്നും കരയരുത് കേട്ടോ, ബഹളമൊന്നും വെച്ച് കരയില്ല. പിന്നെ ഈ ഞങ്ങളുടെ ഒരു ഇതിൽ ഈ വായ്ക്കരി ഇടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വായ്ക്കരി ഒന്നും ഇട്ട് എൻ്റെ മുഖമൊന്നും വൃത്തികേടാക്കരുത്. വായ്ക്കരി ഇടുമ്പോൾ ഇങ്ങനെ മുഖം എല്ലാം ഭയങ്കര വൃത്തികേടാകും. അതുകൊണ്ട് ഈ വായ്ക്കരി ഒന്നും വിധു എന്നെ ഞാൻ മരിച്ചു കിടക്കാൻ ഇടിയിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ സമ്മതിച്ചില്ല. അതൊക്കെ ചെയ്യേണ്ട കാര്യം പ്രസാദിയൻ്റെ വേണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ട ഒരു കടമയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ അത് ചെയ്തു. പിന്നെ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കങ്ങ് വാശിയാണ്, മരിച്ചു ഇനിയിപ്പോൾ ഈ മനുഷ്യന് വേണ്ടി എനിക്ക്. പക്ഷേ ഈ 4 വർഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ നോക്കിയതാണ്. ഈ 4 വർഷം അദ്ദേഹം മദ്യപിക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിരുന്ന ഒരു സമയമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഉണ്ട്, വഴക്ക് പറയാനായാലും എന്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പിന്നെ എന്ത് കാര്യമായാലും നമ്മളോട് ചോദിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. പിന്നെ പ്രസാദിൻ്റെ ആകെപ്പാടെ കരഞ്ഞ് ഞാൻ കാണുന്ന 2 പ്രാവശ്യം. ഒന്ന് പ്രസാദിൻ്റെ അച്ഛൻ മരിക്കും, പിന്നെ ഒന്ന് ഈ ചന്ദ്രോത്സവം പുസ്തകത്തിൻ്റെ പൈസ വന്ന സമയത്ത് അവർ പറഞ്ഞൊരു, പുള്ളിയുടെ വോയിസ് മെസ്സേജൊക്കെ ഉണ്ട് നമ്മുടെ, ഇപ്പോഴും നമ്മുടെ കയ്യിൽ അതെല്ലാം ഉണ്ട്. അതാണ് പ്രസാദിന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു വിധു നമുക്കിനി അത് വേണ്ട. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം, ഇങ്ങനെ മോഹനേട്ടൻ പറയുന്നു നമുക്ക് ഇത് എഴുതി കൊടുത്താൽ തരാമെന്ന് പറയുന്നു, എന്ത് ചെയ്യണം വിധു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് നമുക്കിപ്പം ഇത്രയും പൈസയല്ലല്ലോ, നമുക്ക് എത്രയോ പൈസകൾ നഷ്ടപ്പെട്ടു, അതൊന്നും നമ്മുടെ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട, അത് പോട്ടെ, നമ്മളിനി ആ ഒരു, പക്ഷേ ഈ പേരെന്തായാലും കിടക്കുമല്ലോ. BR പ്രസാദ് എന്നുള്ള പേരതാർക്കും മാറ്റാൻ പറ്റത്തില്ല, അത് ആ പുസ്തകത്തിൽ അങ്ങനെ തന്നെ, അത് BR പ്രസാദിൻ്റെ ആണെന്നുള്ള തലമുറകളോളം നിൽക്കും, അതുകൊണ്ട് അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അതങ്ങനായി. പിന്നെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദിൻ്റെ ബോഡി കൊണ്ടുപോയി മോർച്ചറി അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു, അവരാണ് കൊണ്ടുപോയത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഞാനിങ്ങനെ, അപ്പോഴാണ് ഈ അവാർഡിൻ്റെ കാര്യം ഓർക്കുന്നത്. അപ്പോൾ ഈ അത് ഏറ്റവും നല്ല അവതാരകനുള്ള ഏഷ്യാനെറ്റിൻ്റെ സുപ്രഭാതം പ്രോഗ്രാം, ലൈവ് ചെയ്ത പ്രോഗ്രാമിനാണത് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഈ കഥ കടയുന്ന ഒരു പ്രശ്നമുണ്ട്. അടക്കുന്ന കഥ കടയും, ഈ കഥക് വന്ന് അടയുക, ഈ പൈപ്പിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുക, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ ഈ രാഗങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടിക്കുഴയ്ക്കും, എന്നിട്ട് ഇങ്ങനെ പറയും, അതെല്ലാം ഭയങ്കര വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഈ കഥ കടയാതിരിക്കാൻ, ഈ അവാർഡ് കിട്ടിയിരിക്കുന്ന ഇതെടുത്ത് കഥ കടയാതിരിക്കാൻ അവിടെ വെച്ചിരിക്കുക. അതിന് നല്ല വെയിറ്റ് അല്ലേ. അപ്പോൾ അപ്പം നമ്മൾ പക്ഷെ മറന്നുപോയി, ഇതൊക്കെ ഈ സംഭവം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മറന്നുപോയി. പക്ഷെ ഇതിങ്ങനെ ആ വയ്യാതെ വരുന്നതിന് ഒരാഴ്ച മുമ്പേ ഇതിങ്ങനെ കഥ കടയാൻ വെച്ചപ്പോൾ ഞാൻ ഇതെടുത്ത് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പോഴാണ് ആ കഥ പടപടയെ നടന്നുകൊണ്ടിരിക്കുക, കല്ല് വെച്ചിട്ടൊന്നും ശരിയാകുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മളിങ്ങനെ ഞാൻ കാറെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ്, അയ്യോ ഇതാണല്ലോ, അപ്പോൾ എപ്പോഴും പറയുമായിരുന്നല്ലോ എനിക്കും ഗാർഡ് ഓഫ് ഓണറൊക്കെ കിട്ടും എന്നൊക്കെ പറയുമായിരുന്നല്ലോ എന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഇത് പ്രസാദിന് കിഡ്നി കൊടുത്ത സാറിനെ വിളിച്ചു. സാറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മോളെ നീ ഒരു കാര്യം ചെയ്യും, പ്രേംകുമാർ ഇതിൻ്റെ വൈസ് ചെയർമാൻ അല്ലേ അന്ന്, വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊന്നും, അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു, എന്താ വിധു? അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ, നമുക്ക് ഉടനെ തന്നെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, ഞാനതിൻ്റെ എല്ലാം ചെയ്തോളാം എന്ന് പറയുകയും പിന്നെ ഇവിടെ വന്ന്, അപ്പോൾ പെങ്ങന്മാരൊക്കെ മധ്യപ്രദേശിൽ അവർ വരുമ്പോൾ ഒരു നേരമാവും. അവർ വരുന്ന സമയത്ത് പ്രസാദിനെ മോർച്ചറി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ എല്ലാം, ഞങ്ങളിപ്പം 2 മാസമായില്ലേ മാറി നിൽക്കുന്ന, എല്ലാം കാട് പിടിച്ച് വഴിയെല്ലാം മോശം എല്ലാം കിടക്കുക. പിന്നെ വന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിലെ എനിക്കറിഞ്ഞൂടാ വിഷമമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പ്രസാദിയേട്ടനെ യാത്രയാക്കുന്ന അത്രയും നല്ലതായിട്ട് തന്നെ ചെയ്യണം, ഇത്രയും ആൾക്കാർ വരും എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല, ഇതിങ്ങനെയൊക്കെ ആകും എന്നൊന്നുമില്ല. എനിക്കാകെ അത്രയും ഭാഗം വൃത്തിയാക്കി ചെതയൊരുക്കണം, മണ്ണടിക്കണം. അവിടെയൊക്കെ താന്ന് കിടക്കുക, വെള്ളം കയറിയല്ല ഇതായിരുന്നു. പെട്ടെന്ന് മണ്ണിറക്കി അത് ഇവിടെ കുറേ പ്രസാദിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ കൂടി ഇത് ചെയ്തു.
അവിടെ കുറേ മരങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ വെട്ടിയെടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഒരു പൈസ പോലും എനിക്ക് തരണ്ട, പക്ഷെ അത് വെട്ടി വൃത്തിയാക്കി തരണം. അതും ചെയ്തു. അപ്പോൾ എല്ലാവരും അതിശയത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് മോർച്ചറി കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു, ഈ പന്തലിടിയിപ്പിച്ചു, എല്ലാം ചെയ്തു, കൊണ്ടുവന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ദഹിപ്പിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശൂന്യത ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ നമുക്ക് ആ ഒരു ശൂന്യതയൊന്നും തോന്നത്തില്ല. എല്ലാവരും ഉണ്ട്, എവിടെയൊക്കെയോ പ്രസാദേട്ടനുണ്ട് എന്നൊരു തോന്നൽ. അപ്പോൾ ഈ സഞ്ചയനത്തിനാണ് മോള് വന്നിങ്ങനെ നോക്കുമ്പോൾ ഈ ശങ്കരാഭരണമാണ് അച്ഛൻ പറഞ്ഞത്, കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് എൻ്റെ അജ്ഞത കൊണ്ട് എനിക്കത് പറ്റിയില്ല. ബാക്കി പ്രസാദേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടെ കൊണ്ട് നടന്ന് 25 വർഷം ഒന്നിച്ച് ജീവിച്ചു. പക്ഷേ BR പ്രസാദിൻ്റെ ഭാര്യ എന്നുള്ള ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് ഇപ്പോഴും എവിടെ ചെന്നാലും ആ ഒരു സ്നേഹവും ബഹുമാനവും കിട്ടുന്നുണ്ട്. അത് എൻ്റെ മക്കൾക്കായാലും ഉണ്ട്. അതെന്തായാലും എവിടെയെങ്കിലുമൊക്കെ പാട്ട് കേൾക്കുക. പ്രസാദ് ഏഷ്യാനെറ്റിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ഓണത്തിന്. കാവ്യമാധവനും നമ്മുടെ ശരത്തും സുരേഷ് ഗോപിയൊക്കെ കൂടെ ചെയ്ത നല്ല ഓണപ്പാട്ടായിരുന്നു അത്. പക്ഷെ അതിൻ്റെ ഒരു CD പോലും നിങ്ങളുടെ കയ്യിലില്ല. ലാൽ ജോസ് ആണത് പിക്ചറൈസ് ചെയ്തത്. നല്ല ഇതായിരുന്നു. പക്ഷെ അത് എവിടെ ഉണ്ടെന്നൊന്നും ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഇത് കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടിയാൽ അതൊരു വലിയൊരു കാര്യമായിരുന്നു. എൻ്റെ കയ്യിലില്ല അതൊന്നും. അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഒറ്റ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. കാവ്യമാധവനും ശരത്തുമായിട്ടുള്ള പാട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. സുരേഷ് ഗോപി അതിനകത്ത് അഭിനയിച്ച് ചെയ്തിരിക്കുന്ന ആ പാട്ട് നല്ല ഒരു പാട്ടായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ. അതുപോലെ തന്നെ ഡിവോഷണൽ സോങ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് ഈ മങ്കൊമ്പിലെ ഓരോ മങ്കൊമ്പിലമ്മ എന്ന് പറഞ്ഞ പ്രസാദിന് ഭയങ്കര വിശ്വാസമുള്ള. പ്രസാദിൻ്റെ അച്ഛൻ അവിടെ ആയിരുന്നു ജോലി. അഷ്ടപതി പാടുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛന് ജോലി അവിടെ ആയതുകൊണ്ട് ശരിക്കും ചെറുതിലേ തൊട്ടേ 3 വയസ്സ് തൊട്ടേ പടം വരയ്ക്കുന്ന ആളായിരുന്നു. 3 വയസ്സ് തൊട്ട് ഇങ്ങനെ കരി കൊണ്ട് ഭിത്തിയിലെല്ലാം വരയ്ക്കും. ഞങ്ങളുടെ ഈ ഭിത്തിയിലെല്ലാം പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ വലിയൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു ഡാൻസിൻ്റെ ഒരു പോസ് ചെയ്തിട്ടുണ്ട്. അതൊരു കഥകളി വരച്ചിട്ടുണ്ട്. നന്നായിട്ട് പടം വരയ്ക്കും, നന്നായിട്ട് കളം എഴുതും. അത് ഇവിടെ അമ്പലത്തിൽ കളം എഴുതുന്നതിൽ ഈ ലളിതാ സഹസ്രനാമത്തിലുള്ള ഡാഗന്യംബ സ്വരൂപിണി എന്നൊക്കെ പറയുന്ന ആ കളങ്ങളൊന്നും ആരും വരച്ചിട്ടില്ല ഇതുവരെ. പ്രസാദേട്ടനാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കളം വരയ്ക്കുമായിരുന്നു, ഇടയ്ക്ക് കൊട്ടുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരു മഹാപ്രതിഭയുടെ കൂടെ. അതെ, ഞങ്ങൾ ഒരു നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. വയലാർ സാറിൻ്റെ താടകയെന്ന് ദ്രാവിഡ രാജകുമാരി. അത് ഞങ്ങൾ വനിതാ സമാജത്തിന് വേണ്ടിയിട്ട് ചെയ്ത് പ്രസാദ് ചേട്ടൻ അത് ഡയറക്റ്റ് ചെയ്തു. നല്ല ഒരുപാട് വേദികൾ, ഒരു 10-12 വേദിയിൽ ഞങ്ങളത് കളിച്ചു. എന്ന് വെച്ചാൽ വനിതകൾ മാത്രം. ഉണ്ട്. ഞങ്ങളത് ചെയ്തു. പിന്നെ കാഞ്ചനസീത ഡയറക്റ്റ് ചെയ്ത് ഞങ്ങൾ അഭിനയിച്ചു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മകൾ ഒരുപാടുണ്ട്. അതെങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ട്. ഈ മങ്കൊമ്പിൽ അമ്പലത്തിൽ പോയാലും ഉണ്ട്, മങ്കൊമ്പിലെ റോഡിൽ കൂടെ നടന്നാലും ഉണ്ട്. അങ്ങനെ ഓരോ തീർച്ചയായും ഒരു പ്രതിഭയെ അത്രയും കാലം ഒപ്പം കൊണ്ട് നടന്ന് അയാളുടെ എല്ലാ ഫേസ് ഓഫ് ലൈഫിലും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു സഹയാത്രിക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും അഭിനന്ദനവും സ്നേഹമൊക്കെ അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാം. എല്ലാ മലയാളികളും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. എല്ലാ സംഗീത പ്രേമികളും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു ലോകത്തിരുന്നുകൊണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് ആശ്വസിക്കാം. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.